അതിലൊരു 500 റുപ്യ ഉണ്ടാവും. അർജന്റാണ്. അയ്യോ 500 രൂപ എൻ്റെ ഇല്ല ചേട്ടാ. മുമ്പൊക്കെ ചേട്ടൻ്റെ പോക്കറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടണം ഞാൻ എടുത്തു വെക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ തരാറില്ലേ. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ടാ. അറിയാം, പക്ഷെ ഞാൻ ചേട്ടാ ഇപ്പം ഉണ്ടാവാറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതാ. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ടാ ചേട്ടാ. കുഴപ്പമില്ല. അന്നൊക്കെ തലവേദന കുറവില്ലേ? ഇല്ല, കുറവുണ്ട്. ചായ ഉണ്ടാക്കിയട്ടെ, അടിപൊളി ചായ ഉണ്ടാക്കിയരാം. അയ്യോ ചേട്ടാ, എനിക്ക് ചായ വേണ്ടായിരുന്നു. കാപ്പി മതിയോ? അല്ല, എനിക്കിത് മതി. നോക്കി, അയ്യോ വെള്ളത്തില് പഞ്ചസാര എനിക്കിത് ഇഷ്ടം. വേണ്ട ചായ മതി. ചായ കാപ്പി വേണ്ടിച്ചു എടുത്തോ, ഞാൻ പോയിട്ട് വരാം. 500 അല്ലേ ചോദിച്ചത്? മതി മതി, ഇത് മതി. എടീ ഈശ്വര, ഒരു അല്ലടി, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ വീട്ടിൽ ഇത്രയും ലോക്കർ, അല്ല ചായ ഓഫാക്കട്ടെ. ഈ വീട്ടിൽ ഇത്രയും ലോക്കറും ഇതൊക്കെ ഉള്ളിടത്ത് ഈ ചായപ്പൊടിയുടെ ഇതിന്റെ പാത്രത്തിൽ വെക്കാതെ അലമാരയിലൊക്കെ വെച്ചൂടെ? ആദ്യമായിട്ടല്ലേ ചായപ്പൊടി ഉണ്ടാക്കാൻ പോണല്ലേ. ചായയും കാപ്പിയും കൂടെ ഉണ്ടാക്കും ഞാൻ വിചാരിച്ചില്ലല്ലോ. അറിയാണ്ട് എൻ്റെ അടുത്ത് ചായ തരട്ടെ ചോദിച്ചപ്പോൾ ഇതൊക്കെ മറന്നുപോയി ഞാൻ. ഇന്നത്തെ കറി ഞാൻ വെക്കാം. വേണ്ട വേണ്ട. അരി എവിടെ ഇരിക്കണത്? വേണ്ട, ചോറും കറി വെച്ച് കഴിഞ്ഞു. എന്നാലും എനിക്ക് വെക്കണം. വേണ്ട. ചെല്ല്. എന്തോ പറഞ്ഞത്? പാന്റിന്റെ പോക്കറ്റിൽ നിന്നൊന്നും ഇപ്പൊ കിട്ടാറില്ല. നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യണ കാരണം പൈസ ഒന്നും കിട്ടാറില്ല. ഇതൊക്കെ പണ്ടത്തെ, ഞാൻ മറന്നു പോയിണ്ടായിരുന്നു. ഈ 500 നോട്ടൊക്കെ പിടിക്കില്ല, ഇത് പണ്ടത്തെ. പിന്നെ ചെല്ല്. 500 തന്നാ പോരെ? 500 തിരിച്ചു താ പ്ലീസ്. 500 തിരിച്ചു താ. 500 തിരിച്ചു താ. നോ ബേബി നോ. ഞാൻ പറയണേക്ക് കാര്യമായിട്ട് എപ്പോഴും ഭാര്യമാരില് ഇങ്ങനത്തെ സമ്പാദ്യശീലം നല്ലതാണ്. അപ്പൊ ഇങ്ങനെ സമ്പാദിച്ചു വെക്കണം എന്നാണ്. ആപത്ത് കാലത്ത് കാപ്പത്ത് നട്ടാൽ കാപ്പത്ത് കാലത്ത് ആപത്ത് തിന്നാന്നല്ലല്ലോ, കാപ്പത്ത് തിന്നാം. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. 500 അല്ലേ? സത്യം പറയാൻ എനിക്കത് ഓർമ്മയില്ലായിരുന്നില്ല. എന്നാ ഞാൻ ഒരു മിനിറ്റ്. ഓക്കെ, എനിക്ക് 500 മതി. കൊണ്ടുപോ. വേണ്ട, എനിക്ക് 500 മതി. കൊണ്ടുപോ. പക്ഷെ ഞാൻ ചോറുണ്ടാക്കാം. വേണ്ട. മുതിരപ്പാത്രം എവിടെയാ? കടലപ്പാത്രം എവിടെയാ? ഗൈസ്, ഏത് കള്ളന്മാര് വന്നാലും വീടിന്റെ അലമാര നോക്കരുത്. അടുക്കളയിൽ പോയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നോട്ടുകൾ കിട്ടും. ബൈ ബൈ, സീ യു.